നിർബന്ധമായും അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുന്ന മനുഷ്യൻ അവന് ദൂർത്തിലും ലുദ്ധിലും പെടാതെ ഒരു നിധ ജയക്കാരനായിട്ട് അവൻ വളർന്നു വരണം, ജീവിക്കണം എന്ന കാര്യം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഖുർആൻ പറഞ്ഞുകൊണ്ട് യുംഫിഖു സഅത്തിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫല്യുംഫിഖ് മിമ്മാ ആതാഹുല്ലാ. ചില സാധുക്കളുണ്ട്, നമ്മളെ കൊണ്ട് ഒരു കഴിവുമില്ല ഉസ്താദേ, ഒന്നും അതിലേക്ക് തരാൻ ഇവിടെ ഇല്ല. ഒരു പിരിവിന് വേണ്ടിയിട്ട് ചെന്നാൽ നാട്ടിലെ ദർസിന്റെ കാര്യം പറഞ്ഞായിരിക്കും, മദ്രസയുടെ കാര്യം പറഞ്ഞായിരിക്കും, നമുക്ക് തന്നെ ഇങ്ങോട്ട് തരേണ്ട ഗതികേടാണ് ഉള്ളത് എന്ന് സംസാരിക്കുക ശരിയല്ല. ഉള്ളതിലൊരു ഓഹരി എടുത്തു കൊടുക്കണം, അല്ലാഹു ബർക്കത്ത് ചെയ്യും. അത് ഉള്ളവൻ കൊടുക്കുമ്പോൾ എല്ലാത്തവനും കൊടുക്കാൻ കഴിയില്ല, അതിനനുസരിച്ച് കൊടുത്താൽ മതി. ومن قدر عليه رزقه فلينفق مما آتاه الله. അതുകൊണ്ട് ഓരോരുത്തരും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കൂടുതൽ ഈ വിഷയം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നീങ്ങേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഈ അരുതായ്മയുടെ രണ്ടു ഭാഗങ്ങൾ വന്നു പോകുന്നത് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്. അല്ലാഹു തആല നമ്മളെ വിളിച്ചിട്ട് പറയുന്നു, ഹബീബായ നബിയോടാണ് ആദ്യം പറയുന്നത്. ആ നിയമവും ആ കൽപ്പനയും നമുക്കും ബാധകമാണ്. വലാ തജഅൽ യദക, നബിയേ നിങ്ങൾ നിങ്ങളുടെ കയ്യ് മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നിങ്ങളുടെ പിരടിയിലേക്ക് കഴുത്തിലേക്ക് കെട്ടിപ്പൂട്ടരുത്. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, മറ്റുള്ളവർക്ക് ധാരാളമായി നിങ്ങളെ ഉദാരമായി സംഭാവനകൾ ചെയ്യണം, സഹായിച്ചുകൊണ്ടിരിക്കണം, കൊടുക്കേണ്ട മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. അതേ സമയത്ത് നിങ്ങൾ ചെലവഴിക്കുന്നില്ലെങ്കിൽ അതൊരു മഹാദുരന്തമായി, ഒരു ഒഴിയാബാധയായിട്ട് നാളെ പരലോകത്തും അതിന്റെ ശിക്ഷഫലം നിങ്ങളെ പിന്തുടരുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നേരത്തെ നമ്മൾ കേട്ടറിഞ്ഞത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യ് നിങ്ങൾ പിരടിയിലേക്ക് കെട്ടിപ്പൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതേ രൂപത്തിൽ കെട്ടിവെക്കരുത്. അതിന്റെ ഉദ്ദേശം അങ്ങനെ കെട്ടിവെക്കരുത് എന്നല്ല, മറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കരങ്ങൾ മുന്നോട്ട് നീളാതെ അതേസമയം ബഹീലിനോട് പിശുക്കനോട് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അയാൾ ആ കയ്യിലുള്ളത് ഇങ്ങോട്ട് കൂട്ടിപ്പിടിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കുടുംബത്തിലേക്ക് കൂട്ടിപ്പിടിക്കുന്ന സ്വഭാവം പാടില്ല. എന്നാൽ എല്ലാ നിലക്കും നിങ്ങൾ അയച്ചിട്ട് കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ വരുന്നവർക്കൊക്കെ കൊടുക്കുക. ഏതാ മാർഗം ഒന്നും നോക്കുന്നില്ല. പള്ളിക്ക് 20 ഒന്നും അവിടെയും കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരുവേറി കടന്നു വരുന്നുണ്ട്, ഗാനമേളക്കാണ്, അതിനും കൊടുത്തു 5000. ഇവന് പേരുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ വാരിക്കോരി കൊടുക്കുന്നവർ. ഞാൻ നേരത്തെ പറഞ്ഞു, നന്മയുടെ ഭാഗത്ത് കഴിവുള്ളവന് കൊടുക്കുന്നത് ഇസ്റാഫല്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെയും ചില പരിധികളുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കും. എന്നാൽ അതൊന്നും നോക്കാതെ തിന്മയെ നോക്കാതെ തിന്മയുടെ ഭാഗത്തിൽ ഒരു കാശാണ് ചെലവഴിക്കുന്നതെങ്കിൽ അത് ഇസ്റാഫാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചല്ലോ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഏതു മാർഗത്തിലേക്കാണ് എന്റെ പണം പോകുന്നത് എന്ന് നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ പിശുക്കനുമാവാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാം കയ്യയച്ച് കൊടുക്കാനും പാടില്ല. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം ആക്ഷേപാർഹനായിട്ടും ഖേദം പേറിയവനായും നിങ്ങൾ എവിടെയെങ്കിലും ഒരു മൂലയിൽ കുത്തിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ഒരാൾക്കും ഒന്നും കൊടുക്കാത്ത മുതലാളിയെപ്പറ്റി നാട്ടുകാരുടെ അഭിപ്രായം ഉണ്ടാവില്ല. അയാളെപ്പറ്റി ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ ആ നാട്ടുകാരോട് എങ്ങനെയുണ്ട് ആചാര്യം എന്ന് ചോദിച്ചാൽ മുറിഞ്ഞടുത്ത് പോയിക്കൂലെന്ന് പറയും. അതുതന്നെയാണ് മലൂമ. എപ്പോഴും ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആദ്യം പറഞ്ഞ സ്വഭാവം ഉള്ളതെങ്കിൽ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആളുകൾക്ക് ഒന്നും ഇഷ്ടമുണ്ടാവില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, റസൂലിന് ഇഷ്ടമുണ്ടാവില്ല, മാലാഖമാർക്ക് ഇഷ്ടമുണ്ടാവില്ല.
നല്ലവരൊന്നും അയാളെ ഇഷ്ടപ്പെടില്ല. അയാൾക്കൊരു ബൂർഷയായിട്ട് ഇങ്ങനെ വളർന്നു നടക്കാം എന്നല്ലാതെ അയാളെ ഒരാളും ഇഷ്ടപ്പെടില്ല. എന്നാലോ മലൂമം മഹ്സൂറ. രണ്ടാമത് മഹ്സൂറ എന്ന് പറഞ്ഞത് ആ ആയത്തിൽ അള്ളാഹു രണ്ടാമത് വിലക്കിയിരുന്നത് നിങ്ങൾ ദൂർത്തടിക്കരുത് എന്നാണ്. ദൂർത്തടിക്കുമ്പോൾ പിന്നെ ഖേദിക്കേണ്ടി വരും. ദൂർത്തടിക്കുമ്പോൾ ഖേദിക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യമായി നിനക്ക് ആവശ്യമാകുന്ന സമയത്ത് ഒരു കരുതി വെപ്പുമില്ലാഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആളില്ലാത്ത ഒരു ഗതികേടാണ്. അതേസമയം നിന്റെ കയ്യിൽ കുറച്ചെന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മക്കളും നോക്കും, നാട്ടുകാരും നോക്കും, അയൽക്കാരും നോക്കും, എല്ലാവരും നോക്കും. അതില്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവില്ല. അപ്പൊ ഖേദപൂർവ്വം ഞാൻ വലിയ അബദ്ധമായിപ്പോയി ചെയ്തത്, ഉള്ളതൊക്കെ വാരി വലിച്ചു കൊടുത്തു, മക്കൾക്കൊന്നും ബാക്കിയില്ല, അതുകൊണ്ട് മക്കളും ഇപ്പൊ നോക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഖേദപൂർവ്വം നിങ്ങൾ കുത്തിയിരിക്കേണ്ടി വരും. നോക്ക് നിങ്ങൾ ഖുർആനിന്റെ ഇടപെടലുകൾ എത്ര സത്യമാണ് ഈ പറഞ്ഞതൊക്കെ. ഈ ഒരവസ്ഥ നിനക്കുണ്ടാവുമെന്ന് കാണണം. ഇനി ഹലാലായ മാർഗത്തിൽ തന്നെ ചെലവഴിക്കുമ്പോൾ അവിടെയും പരിധികളുണ്ട്. അത് ലോകമാന്യത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് വിവാഹ സദ്യ ഒരുക്കുക. വിവാഹ സദ്യ ഹലാലായ ഒരു മാർഗമാണ്, സുന്നത്തായ ഒരു കാര്യമാണ്. പക്ഷേ അത് ഒരുക്കുന്നിടത്ത് വെറുതെ ഇവൻ ലക്ഷങ്ങൾ പൊടിക്കുകയാണ്. ഇവൻ ഒരുക്കിയിരിക്കുന്ന വിഭവ സമൃദ്ധിക്ക് മുമ്പിൽ വന്നിരുന്ന ആ അതിഥികൾ അന്തം വിട്ടുപോവുകയാണ്. കഴിക്കാനുള്ള വിഭവങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെ ആണ് കഴിക്കുക എന്ന ബേജാറിലാണ്. ഏതായാലും നല്ല ദാഹത്തിലും താല്പര്യത്തിലുമാ വന്നിരുന്നത്. കുറെയൊക്കെ അതിൽ നിന്ന് വെട്ടി വിഴുങ്ങി, കുറെ അതാത് അവിടെ തന്നെ ഇട്ടേച്ചു. എല്ലാം ഒരുപാട് വേസ്റ്റാക്കി കളഞ്ഞു. ഒരുപാട് സാധനങ്ങൾ, അന്നങ്ങൾ നഷ്ടപ്പെടുത്തി. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് പാടുള്ളതല്ല. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമ്പം ഇത് കഴിച്ച് എഴുന്നേറ്റ് പോരുന്ന സഹോദരൻ, ഈ കല്യാണ സദ്യ ഉണ്ട് എഴുന്നേറ്റ് പോരുന്ന സഹോദരൻ പറയുന്നു, ഇത്രയൊന്നും വേണ്ടിയില്ലായിരുന്നു. എന്താണ് ഈ ഒരു തേങ്ങലിന്റെ ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? എന്നാണ് ഇയാൾ ഇങ്ങനെ പരിഭവപ്പെടുന്നത്. മറ്റൊന്നുമല്ല, മുമ്പിൽ കൊണ്ടുവന്നത് മുഴുവനും വെട്ടിനിരപ്പാക്കാൻ കഴിയാത്തതിന്റെ സങ്കടമായിരിക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ പടച്ചോനെ മറന്നുകളി വേണ്ടിയില്ലായിരുന്നു എന്നുമായിരിക്കാം. ഏതായാലും ഞാൻ പറയുന്ന വിവാഹ സദ്യകളിൽ ദൂർത്തടിക്കുന്നവർ ചിന്തിക്കുക. ഒരു മിതമായ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ മോളെ കെട്ടുമ്പോൾ നിങ്ങളുടെ മോളെക്കാൾ 6, 7, 8, 10 വയസ്സ് ഏജ് ഓവറുള്ള ഒരു കുട്ടി നിങ്ങളുടെ തൊട്ടടുത്ത് ഉസ്മാന്റേത് കെട്ടിക്കാൻ മൂത്തു നിൽക്കുന്നു. അതിന്റെ ചുവട്ടിലൊന്നോ 2 മക്കളുണ്ട്. നിങ്ങളുടെ കല്യാണ ചെലവ് മാത്രം 4 ലക്ഷം രൂപയാണ് ബില്ലിരിക്കുന്നത്. അത് നിങ്ങളൊരു മുതലാളി എന്ന നിലയ്ക്ക്, നിങ്ങൾക്കൊരുപാട് ബന്ധമുണ്ടെന്ന നിലയ്ക്ക് ഒരു 50,000-ലോ ലക്ഷത്തിലോ ഒതുക്കി നിർത്തിയിട്ട് ആ 3 ലക്ഷം നീ പൊടിച്ചു കളയുന്നതിന് പകരം ആ പാവപ്പെട്ട കുട്ടിയെ കെട്ടിക്കാൻ, അല്ലെങ്കിൽ 1, 2 കുട്ടികളെ കെട്ടിക്കാൻ നീ നീക്കിവെച്ചിരുന്നെങ്കിൽ അത്രമാത്രം സുദീർഘനാകുമായിരുന്നു. അള്ളാഹുവിന്റെ അടുത്ത്, ജനങ്ങളുടെ അടുത്ത്, എല്ലായിടത്തും നിനക്ക് കൂടുതൽ നന്മയല്ലേ അതുകൊണ്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് മുതലാളി ചിന്തിക്കുന്നില്ല? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. ഈ ദൂർത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നത് നമ്മൾ അറിയാതെയാണ്. ഇതിന്റെ പ്രധാന കാരണം ഗൾഫ് ജീവിതത്തിന്റെ, ഗൾഫ് സമൃദ്ധിയുടെ സാന്നിധ്യമാണ്. ഗൾഫ് സമൃദ്ധി നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ജീവിത രീതികളാകെ മാറി. ഈ ഇരിക്കുന്ന ഉപ്പമാർക്കറിയാം, നമ്മുടെ കല്ലുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഓടുമേഞ്ഞ ആ പുരകളെല്ലാം, കൊച്ചു കുടിലുകളെല്ലാം ഇന്ന് കോൺക്രീറ്റ് സൗധങ്ങളായി പൊങ്ങി വരുന്നു. പെട്ടെന്നായിരുന്നു. ഇന്നൊരു മഹല്ലത്തിൽ ചെന്ന് നോക്കിയാൽ കോൺക്രീറ്റ് കെട്ടിടമല്ലാത്തത് കാണാനില്ല. പെട്ടെന്നുണ്ടായ മാറ്റമാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ധൂർത്തിലേക്ക് കടന്നു വന്നിട്ടാണ് നമ്മളിൽ ഇത് സർവ്വസാധാരണയായി മാറിക്കഴിഞ്ഞത്. അങ്ങനെ അങ്ങോട്ട് കയറി വന്നു. ഉടുക്കുന്ന മുടി പാൻസുകളായി മാറി. മാത്രമല്ല, ഏതൊരാളുടെയും വീട്ടിലേക്ക്, അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ഉള്ളവന്റെ വീട്ടിലേക്ക് കയറി വന്നിരുന്ന മത്തി, ആ മത്തിക്കുഞ്ഞുങ്ങൾ പെട്ടെന്നാണ് പുരോഗമിച്ചിട്ട് കൂറയുടെയും അതുപോലെ തന്നെ ആഗോലിയുടെയും കഷ്ണങ്ങളിലേക്കുള്ള ചുവടുമാറ്റം വന്നത്. നിങ്ങൾ ആലോചിക്കണം, ചെറുപ്പക്കാർ, സാധാരണക്കാരന്റെ വീട്ടിൽ പോലും എങ്ങനെയാണ് കാശുണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കാതെ, നാളേക്ക് വേണം, എന്റെ മക്കളുണ്ട്, അവരുടെ പഠനകാര്യമുണ്ട്, അവരുടെ വിവാഹങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല ഒരു വീട് വെക്കണം, താമസിക്കാൻ അനുയോജ്യമായ, ഇതൊക്കെ മറന്നുപോയിട്ട് തിന്നുമുടിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് മാറിയാൽ പറ്റില്ല. കൂടുതൽ ചിന്തിക്കണം. പഴയ കാലങ്ങളിൽ നിങ്ങളുടെ വീടുകൾ
ഒരു പോർച്ചുഗൽ പോലും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പോർച്ചുഗൽ മാത്രമല്ല, പോർച്ചുഗൽക്ക് അകമ്പടി നിന്ന് നിൽക്കുന്നത് വിദേശ കാറുകളാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ. ഇത് പറയുമ്പോൾ കാറ് പാടില്ലെന്നോ നല്ല വീട് പാടില്ലെന്നോ അല്ല പറയുന്നത്. ഓരോരുത്തരും അവരുടെ അവസ്ഥക്കനുസരിച്ച് അവർക്ക് വേണം. ലോകം മുഴുവൻ ചുറ്റിത്തങ്ങുന്ന ഒരു വലിയ മനുഷ്യൻ, ആ വലിയ മനുഷ്യൻ ഒരു നല്ല വാഹനം ഉപയോഗിക്കുന്നുവെങ്കിൽ അത് മിതവ്യയമായിരിക്കും. ഇതെന്തിനാ പറയുന്നത്? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകം മുഴുവൻ ഭരിക്കാൻ, ലോകം മുഴുവൻ അധികാര പരിധി നൽകിയ ആളാണ്. ആ സുലൈമാൻ നബിക്ക് അല്ലാഹു വായു സഞ്ചാരം ഒരുക്കി കൊടുക്കുന്നു. വലി സുലൈമാൻ ഒരു പ്രഭാതത്തിൽ ഓടിയാൽ ഒരു മാസത്തെ ദൂരം പാസ് ചെയ്യാൻ കഴിയും. ഒരു പ്രദോഷത്തിൽ ആ വാഹനം ഓടിയാൽ അതാ കാറ്റത്ത് മുസല്ലയിരിച്ച് ഇരുന്നാൽ അല്ലെങ്കിൽ കട്ടിലിട്ട് ഇരുന്ന് ബിസ്മിയല്ലിയാൽ അതാ ബഹുമാനപ്പെട്ടവ എടുത്തു പറക്കുകയാണ്. ഏറ്റവും നല്ല ഏറ്റവും നല്ല സൗകര്യമാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അനുഭവിക്കുന്നത്. കാരണം സാധാരണ തന്റെ കൺട്രിയിൽ ഒതുങ്ങി പ്രവർത്തിക്കേണ്ടവൻ അവരൊരു ചെറിയ ജീപ്പുണ്ടായാലും മതി. നേരെ മറിച്ച് അധികാരപരിധി കൂടിയ ഒരാൾ ഓടണമെങ്കിൽ നല്ല വാഹനം വേണ്ടിവരും. ഇത് കണ്ടിട്ട് ആരാണ് ഇതിനെ കുറ്റം പറയുന്നത് എന്നറിയോ നിങ്ങൾ? സ്വന്തം വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ പോലും ദിവസം യാത്ര ചെയ്യാത്ത ഒരു മുതലാളി, അവൻ വായനശാലയിൽ ഇരുന്നിങ്ങനെ പറയാൻ, എന്റെ ഒരു വലിയ പണ്ഡിതൻ ഒരു വാഹനത്തിലങ്ങ് പോയി. അപ്പോൾ ഇയാൾ ഇരുന്നിങ്ങനെ പറയാ, കണ്ടില്ലേ ആഖിറു സമാന് തന്നെയാണ്. അയാൾ ആ വായനശാലന്റെ മുമ്പിൽ ഇന്നോവ കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. ഇയാൾ ഒരു ദിവസം യാത്ര ചെയ്യുന്നത് 10 or 20 കിലോമീറ്റർ മാത്രമാണ്. അതിന് ഇന്നോവ കാറ് നിർത്തിയിട്ട ഇയാളാണ്. ആരെ കുറ്റം പറയുന്നത്? ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന ഒരു വലിയ മനുഷ്യനെ തെറി പറയുന്നത്, കുറ്റം പറയുന്നത്. ആരായാലും ശരി, ഞാൻ പറയുന്നു, ഇതുണ്ടാവാൻ പാടില്ല. ഓരോരുത്തരുടെയും സാഹചര്യത്തിനും ഓരോരുത്തരുടെയും അവസ്ഥക്കും അനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ടാവാം. അതിനപ്പുറത്തേക്കുണ്ടാവാൻ പാടില്ല. അത് ദൂർത്തായി പോകും, അല്ലെങ്കിൽ അത് വിധവ്യയമാകും. എല്ലാവരെയും അളക്കേണ്ടത് ഒരൊറ്റ അളവ് പോലും കൊണ്ടല്ല. ഇത് ഞാൻ സ്വന്തം പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഇമാം ഖുദരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ തന്റെ തഫ്സീറിൽ ഈ ആയത്ത് തന്നെ ഉദ്ധരിച്ചിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അങ്ങോട്ട് ഞാൻ കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ഒരു സഹാബി ആളെ പറഞ്ഞയക്കുന്നു. നബിയേ, ഞാൻ എന്റെ വീട്ടിൽ നല്ല ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. നബിയെ, നിങ്ങൾ വരണം, നിങ്ങളെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലും പോന്നു, റസൂലുള്ളാഹിയുടെ കൂടെ കുറച്ച് ആളുകളും പോന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹഖ്കുൻ ഫഅജിബു, അവകാശപ്പെട്ട ഒരു ക്ഷണം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. ഹഖ്കുൻ ഫഅജിബു, ഉത്തരം ചെയ്യാൻ പറ്റിയ ഒരു ക്ഷണമാണ്, നമുക്ക് സ്വീകരിക്കാം. ഈ മനുഷ്യ അല്ലാഹുവിന്റെ റസൂലിനെയും അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും നോമ്പ് തുറപ്പിക്കാൻ കിട്ടിയ സന്തോഷത്തിൽ, അന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ പിറ്റേന്നുമിതാ ഇതുപോലെ ഭക്ഷണം ഒരുക്കിയിട്ട് ഇയാൾ പറഞ്ഞയക്കും. 2ാമത്തെ ദിവസം അയാളിലേക്ക് ആളെ പറഞ്ഞയച്ചു. അയാളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കളവിട്ടു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഇന്നും എന്റെ വീട്ടിൽ വരെ ഒന്ന് വരണം, ഇന്നും നിങ്ങൾ എന്റെ വീട് വരെ ഒന്ന് വരണം നബിയെ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പോയില്ല. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിന്ന് പറഞ്ഞു, ഹഖ്ഖുൻ ഫമൻ ശാഅ ഫൽയുജിബ് വമൻ ശാഅ ഫൽയഖ്ഉദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവകാശപ്പെട്ട ക്ഷണം തന്നെയാണ്, ഓവറായിട്ടില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹഖ്ഖുൻ, അവകാശപ്പെട്ട ക്ഷണമാണ്. ഈ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഫഅജിബൂ, ഉത്തരം നൽകേണ്ടവർക്ക് നൽകാം. ഫമൻ ശാഅ ഫൽയുജിബ്, ഉദ്ദേശിച്ചവർക്ക് ഉത്തരം നൽകാം, പോകേണ്ടവർ പോകാം. ഒമൻ ശാഅ ഫൽയഖ്ഉദ്, പോകേണ്ട ആളുകൾക്ക് അവിടെ ഇരിക്കും ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്നു, കുറച്ച് ആളുകൾ അവിടെ ഇരുന്നു, മറ്റുള്ളവരൊക്കെ പോയി. 3ാമത്തെ ദിവസവും അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇയാൾ ആളെ വിട്ടു. നബിയെ, 1ാമത്തെ ദിവസം നിങ്ങൾ വന്നു, നിങ്ങളുടെ കൂട്ടുകാരും വന്നു. എന്നാൽ നബിയേ, ഇതാ
ഞാൻ രണ്ടാമത്തെ ദിവസവും നിങ്ങളിലേക്ക് ഇതാ ആളെ വിട്ടു, നിങ്ങൾ വന്നില്ല. എന്തോ കാരണവശാൽ ഞാൻ കഴിയാൻ വന്നതായിരിക്കാം. മൂന്നാമത്തെ ദിവസം ഇന്നും ഞാൻ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ വരണം. ആ മനുഷ്യന് അത്രത്തോളം 3 ദിവസം കണ്ടിന്യൂ ആയി ഭക്ഷണം കൊടുക്കാൻ, സുപ്പത്തിന്റെ അകലുകാർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ, ഈ മുത്താലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക കെട്ടുറപ്പില്ലായിരുന്നു. മുത്തുനബിക്കറിയാം. മാത്രമല്ല മുത്തുനബി അയാളുടെ മനസ്സ് വായിച്ചു. ഇതിൽ നല്ല പിള്ള ചമയലിന്റെ ഭാഗമുണ്ടോ, ലോകമാന്യത്തിന്റെ ഭാഗമുണ്ടോ എന്ന് തോന്നിയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഇന്നൊരൊറ്റ കുട്ടിയും ആ സദ്യക്ക് ഉത്തരം ചെയ്യരുത്, കാരണം അത് ലോകമാന്യത്തിന് വേണ്ടി സംഘടിപ്പിച്ചതാണ്. വലാ ഖൈറ ഫീഹി, അതിലൊരു ഖൈറുമില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ സഹോദരൻ വെറുതെയാണ് സദ്യ ഒരുക്കിയത്. അദ്ദേഹത്തെ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനാവശ്യമായി ദൂർത്തടിക്കാൻ പാടില്ല, അനാവശ്യമായി ദൂർത്തടിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ കഴിവുള്ള ഒരാൾ നന്മയുടെ ഭാഗത്ത് എത്ര കൊടുത്താലും, നേരത്തെ പറഞ്ഞല്ലോ, വലൗ അൻഫഖത മിസ്ല അബീ ഖുബൈസിൻ ഫീ അദഹബൻ ഫീ ത്വാഅത്തില്ലാഹ് മാ കാന സറഫാ. അല്ലാഹുവിനെ വഴിപ്പെടുന്നിടത്ത് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അബൂ ഖുബൈസിനെ പോലെ എന്ന് പറഞ്ഞാൽ, അബൂ ഖുബൈസ് പർവ്വതത്തെ പോലെ, അതൊരു പർവ്വതത്തിന്റെ പേരാണ്. അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ അത്ര നിങ്ങൾ സ്വർണം കൊടുത്താലും, അതിന് സമാനമായി സ്വർണം കൊടുത്താലും, മാക്കാന സറഫ, അത് അമിതമല്ല, അത് ദൂർത്തല്ല എന്ന് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു. വലൗ അൻഫഖത സാഅൻ ഫീ മഅസിയത്തില്ലാഹി കാന സറഫ. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിലക്കപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങൾ ഒരൊറ്റ പായ മാത്രമാണ് കൊടുത്തത്, 600 ഗ്രാം അരിയാ കൊടുത്തത്, അല്ലെങ്കിൽ 600 ഗ്രാം ഗോതമ്പാ കൊടുത്തത്, ഒരു പിടി ഭക്ഷണമാണ് നിങ്ങൾ കൊടുത്തത് എന്നർത്ഥം. കാന സറഫ, അത് മിതമായി, അത് അമിതമായി ഞാൻ കൂട്ടുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കില്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരോട് പറയുന്ന, അനുവദിക്കപ്പെടാത്ത, പെണ്ണിന് അനുവദിക്കപ്പെടാത്ത ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പിന്നാലെ പോയി ഫാൻസി കടയിൽ ഉള്ള കാശ് മുഴുവനും ഭാര്യയെറിയുന്ന ഗൾഫ് ഭർത്താക്കന്മാരുടെ ഭാര്യമാർ. എന്തിനാണ് ഈ ഗൾഫുകാർ നാട്ടിൽ, ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്ത പെണ്ണുങ്ങൾ എന്തിനാണ് ഈ സുഗന്ധം വാങ്ങുന്നത്, എന്തിനാണ് ഈ മോടി പിടിപ്പിക്കുന്നത്, എന്തിനാണ് ഈ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്നല്ല, അതിൽ ഇസ്ലാം നൽകപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹുൽ വാസിമാതി വൽ മുസ്തൗസിമാത് വൽ മുഫല്ലിജാതി വൽ മുതഫല്ലിജാത് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ച കുത്തുന്ന സഹോദരിമാരെ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പച്ച കുത്തുക, അത് അന്നത്തെ ശരീരം മോഡിഫൈ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിരുന്നു അത്. അതുപോലെ തന്നെ പല്ലുകളുടെ അകലം രാവിയിട്ട് കൃത്യമാക്കുക, കൃത്രിമമായിട്ട് പല്ലുകള്, ഇടതൂർന്ന പല്ലുകള് രാവിയിട്ട് ചെറിയ വിടവുകൾ ഉണ്ടാക്കി അതിന് സൗന്ദര്യം കൂട്ടുക, അതുപോലെ തന്നെ പിരികങ്ങൾ വെട്ടിമുറിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ ആളുകൾ ഇത് ചെയ്യുന്നവരും ഇത് ചെയ്തിട്ട് കൊടുക്കുന്നവരും ഇത് ചെയ്യാൻ ആവശ്യപ്പെടുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശപിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതിൽ ഞാൻ പറയുന്നു. ആ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, ഇന്നത്തെ ബ്യൂട്ടി പാർലറുകളെ കുറിച്ചാണോ ഈ പറഞ്ഞത്? ലഅനല്ലാഹുൽ വാസിമാതി വൽ മുസ്തൗസിമാത് വൽ മുഫല്ലിജാതി വൽ മുതഫല്ലിജാത് എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യവർദ്ധക കോപ്പുകൾ കൂട്ടിക്കൊടുക്കുന്ന ബ്യൂട്ടി പാർലറുകളിൽ ജോലി ചെയ്യുന്നവരും അങ്ങോട്ട് ഇത് ചെത്തി മിനുക്കി റെഡിയാക്കാൻ വേണ്ടി ഏറിച്ചൊല്ലുന്ന മംഗമാരെ കുറിച്ചുമാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് പറഞ്ഞത് എന്ന് തോന്നിപ്പോകുന്നത് സ്വാഭാവികമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഇത്തരം സംഗതികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. ഇത്തരം സംഗതികളിൽ നിന്ന് നിർബന്ധമായി നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. ഒരിക്കലും നമ്മൾ കൂട്ടാടി നടക്കുന്ന സ്വഭാവം പാടില്ല. സഹോദരിമാര് ഗൾഫുകാരയച്ചു കൊടുക്കുന്ന പണം അടിച്ചു പൊളിച്ചു തീർക്കുകയാണ്. എന്നിട്ട് ആ ഗൾഫുകാരൻ അവസാന നിമിഷത്തിൽ അയാളുടെ ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ കൂടെ കഴിയാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അവന്റെ മക്കളെ കൂടെ കഴിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, എല്ലാവരും കഴിയുന്നത് പോലെ കുടുംബത്തോടൊപ്പം സന്തോഷപൂർവ്വം കഴിയാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുമ്പോൾ, ജീവിതോപാധികൾ ഒപ്പിക്കാൻ പ്രയാസപ്പെടുമ്പോൾ, മോളെ നിന്നെ ഒരു കരകയറ്റാൻ
നിന്റെ മക്കളെ ഒന്ന് കരകയറ്റാൻ, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ, അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ, നിനക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ, നിനക്ക് വേണ്ട സാമ്പത്തിക കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ആണയാള് നിന്നെ മറന്ന് മക്കളെ മറന്ന് ഉള്ളുന്ന മണലാരണ്യത്തിലേക്ക് പോയതെന്ന ഓർമ്മ എന്റെ പ്രിയപ്പെട്ട പണിക്കുണ്ടാവണം. അടിച്ച് പൊളിച്ചു തീർക്കാൻ പാടില്ല. ലൈഫ് നഷ്ടപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു, ആരോഗ്യം തുലഞ്ഞ് അവസാനം അയാൾ നാട്ടിൽ വരുമ്പോൾ അയാളുടെ കയ്യിൽ പണമില്ല. ഉള്ള കാലത്ത് നിങ്ങൾ അടിച്ചു പൊളിച്ചതുകൊണ്ട് അയാളുടെ കയ്യിൽ ഒരു 5 കാശും ബാക്കിയില്ലാത്തതുകൊണ്ട് ഇനി ഈ കിഴവനെ നിങ്ങൾക്ക് കണ്ടുകൂടാ. ഈ ഒരവസ്ഥയാണ് ഗൾഫുകാരന്റെ ജീവിതത്തിലുള്ള വലിയൊരു കണ്ണുനീര്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഗൾഫുകാരായ സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഭാര്യമാർക്ക് പ്രത്യേകിച്ച് കണ്ണകന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൽബിന് അടുപ്പം കൂടും. നാം പറയാറുണ്ട് കണ്ണകന്ന കൽബകന്നു എന്ന്. എനിക്ക് തോന്നുന്നത് അത് നേരെ തിരിച്ചാണോ എന്നാണ്. കണ്ണകലുമ്പോൾ പലപ്പോഴും കൽബുകൾ അടുക്കാറുണ്ട്. ആ അടുപ്പത്തില് എന്തു പറഞ്ഞാലും ശരി ഉമ്മയറിയാതെ ഉപ്പയറിയാതെ അടിച്ചു പൊളിച്ചു നടക്കാൻ ഭാര്യയ്ക്ക് ആവശ്യമായത് വാങ്ങിക്കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്. ഉപ്പ പിശുക്കനാണെങ്കിൽ, ഉമ്മ പിശുക്കത്തിയാണെങ്കിൽ, അമ്മായിമപ്പോര് കൊണ്ട് നടക്കുന്ന ഉമ്മയാണെങ്കിൽ, ആ ഉമ്മയുടെ ഉപദേശം കേട്ട മരുമകളെ പീഡിപ്പിക്കുന്ന ഉപ്പയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൾക്ക് ആവശ്യമായത് നീ അയച്ചു കൊടുക്കേണ്ടി വരും. കാരണം നിന്റെ ചുമതലയില ഒന്നാമതായി ബാധ്യതയായി കിടക്കുന്നത് യഥാർത്ഥത്തിൽ നിന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുക എന്നതാണ്. പക്ഷേ ധൂർത്തടിക്കാനുള്ള പണം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ധൂർത്തടിച്ച് നടക്കാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അതിൽ നിങ്ങൾക്ക് നല്ല ഒരു കണ്ണ് വേണം. എപ്പോഴും നിങ്ങൾ നിരീക്ഷണത്തിലായിരിക്കണം. നല്ലത് ആവശ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ നമ്മുടെ വീട്ടുകാരെ പഠിപ്പിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളോട് ഉണർത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അവർ പറയുന്നത് കാണാം, കുല്ലുമാവും എത്ര കുറവാണെങ്കിലും അല്ലാഹു ഇറക്കപ്പെട്ട കാര്യത്തിലാണോ അത് ചെലവഴിക്കുന്നത്, അത് അമിതമാണ്, അത് ധൂർത്താണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉംസിക്കാൻ സാധിക്കില്ല. കഴിവുണ്ടായിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിനൊക്കെ പിടിച്ചു വെച്ച ഭാഗം അതെത്ര വലുതാണെങ്കിലും ശരി അത് ലുബ്ധാൻ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓരോ ക്രിസ്ത്യരുടെയും സ്ഥിതിഗതികൾക്കനുസരിച്ചാവാമെന്ന് ബഹുമാനപ്പെട്ട ഇമാം തിബ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഭാഗങ്ങൾ കുറെ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ മുഴുവനും കേൾപ്പിക്കാനുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കള് സദസ്സിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരല്പസമയം നമ്മോട് സംസാരിക്കും. അതിനുവേണ്ടിയുള്ള ഗ്യാപ്പും കൂടെ കാണണം. അതിനോടൊപ്പം തന്നെ എന്റെ ഈ ശാരീരിക സ്വാസ്ഥ്യവും കൂടെ വർദ്ധിച്ചതുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം തിബരി പറയുന്നു, ഒരാൾ നിന്നോട് ചോദിക്കുകയാണ്, നീ എനിക്കിതിനൊരു ഹദ്ദ് പറഞ്ഞു തരോ, ഒരു പരിധി എങ്ങനെയാണ് ഈ മിതവ്യയം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഭക്ഷണങ്ങളിലും വസ്ത്രങ്ങളിലും താമസ സ്ഥലങ്ങളിലും സ്വതക്കയിലും നന്മയുടെ പ്രവർത്തനങ്ങളിലും എല്ലാം അത് നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. അറിയാതെ പോകുന്ന ഒന്നല്ല. അത് നീട്ടി പറഞ്ഞ് ഞാൻ ഒരിക്കലും എന്റെ ഗ്രന്ഥം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തില് അതേക്കുറിച്ച് നമ്മൾ ചുരുക്കി പറയുന്ന സമയത്ത് ഒരാൾ തിന്നുന്നത്, ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് വയറ് നിറയുന്നതിന്റെ മുകളിലാണെങ്കിൽ, വയറ് നിറഞ്ഞാൽ ഉടനെ ഭക്ഷണം അവസാനിപ്പിക്കണം. എന്നിട്ടും ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തില് വയറ് കെട്ടിവീർപ്പിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് അമിതമാണ്. കിട്ടിയതെല്ലാം വെച്ചൊരു തിന്നുക. ഇങ്ങനെയായാൽ അത് ഓവറായി പോകും. അത് വെറുതെ കിട്ടിയാലും ശരി, കിട്ടിയതെല്ലാം തിന്നാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. അത് ഓവറാണ്. ശരീരത്തിന്റെ ശക്തികളെ ദുർബലപ്പെടുത്തുന്ന രൂപത്തിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അപകടമാണ്. ഭക്ഷണം കഴിക്കാൻ വകുപ്പുള്ളതോടുകൂടെ ശരീരം മെലിഞ്ഞ് അവശനായിരിക്കുന്ന അവസ്ഥയിൽ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നത് അത് ലുബ്ധാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തിബ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആവശ്യമുള്ളവൻ, കഴിയുന്നവൻ അവന്റെ കഴിവിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അവിടെ തോത്താശകൾ ചെയ്യുന്ന കൂട്ടുകാരുടെ കയ്യില് കുറച്ച് ദിർഹംസ് ഉണ്ട് കയ്യില്. ആ ദിർഹംസുകൾ എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇബ്രാഹിം ഇബ്നു അദ്ഹം ഇലാ ബഅദി ഇഖ്വാനിഹി ദറാഹിമ വഖാല ഖുദ് ലനാ ബിഹാദിഹി ദറാഹിമി സബദൻ വഅസലൻ വഖുബ്സ. നീ പോയിട്ട്
അങ്ങാടി പോയിട്ട് ഇതിന് വെണ്ണ വാങ്ങണം, നെയ്യ് വാങ്ങണം, തേ വാങ്ങണം, റൊട്ടി വാങ്ങണം, ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തു. ഓ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഉടനെ തന്നെ വേൽക്കാരൻ ചോദിച്ചു, അതവിടെ തോമനപ്പേരാണ്, അബൂ ഇസ്ഹാഖ് ഈ ഗൃഹമിനൊക്കെ ഭക്ഷണം പാടും, അതെങ്ങനെ നടക്കുവോ? അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു എന്ന് പറയുന്നു, ആവതുള്ളപ്പോൾ അതിനനുസരിച്ച് തിന്നണം, ആവതില്ലാത്തപ്പോൾ അവിടെയും പട്ടിണിയാണ് പ്രാരാബ്ധമാണെന്ന് കരുതി ഹറാമായ മാർഗങ്ങളിലേക്ക് ചേക്കേറാതെ അവിടെയും നമ്മൾ മിതവ്യയം ശീലിച്ച് ജീവിക്കണം. ഉള്ളപ്പോൾ ഉള്ളതിനനുസരിച്ച്, ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതിനനുസരിച്ച് ജീവിക്കണം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നാൽ വൈഹക് മോനെ, നിന്റെ കഷ്ടം, ഇതാ വജദിന അക്കൽന അഖ്ലർരിജാൽ, നമുക്ക് വല്ലതും കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആൺകുട്ടികളെ പോലെ ഭക്ഷണം കഴിക്കും. വദാജിന്ന, ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരുമോ, അപ്പോൾ സബർന സബർരിജാൽ, ആൺകുട്ടികളെ പോലെ ക്ഷമിക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ചെലവഴിക്കണമെങ്കിൽ തന്നെ ആ ഒരു സബർ വേണമെന്ന. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവൻ കൊടുത്തപ്പം മുത്തുനബി വിലക്കിയിട്ടില്ല. അതേ സമയം മറ്റുള്ളവർ കൊടുത്തപ്പോൾ അത് വിലക്കിയിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒന്നുമില്ലാതെ ആ പൈസക്ക് വകയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അന്ന് അതിനനുസരിച്ചും ജീവിക്കാനുള്ള ഈമാനിക ഉറപ്പുള്ള വിശ്വാസദാർഢ്യതയുള്ള മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നബിക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം, പാവങ്ങളെ സഹായിക്കാൻ, തബൂക്ക് യുദ്ധത്തിലേക്ക് പോവാനെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ കേട്ടതും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടുന്നു. ഓടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചിട്ട് നേർ പകുതിയാക്കി. എന്നിട്ട് ആ പകുതി കെട്ടി വലിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട്, ധാരാളം സമ്പത്തുണ്ട്, കുന്നുകൂടി കിടക്കുന്ന സമ്പത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചു, ഇന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് മുമ്പിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. വീട്ടിൽ പോയി കുറഞ്ഞ സാധനമേ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലുള്ളൂ, ഉമറിന്റെ അത്ര തന്നെ ഇല്ല. രണ്ട് മൂലയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, ഇതാരുടേതാ ഉമറിന്റേതാ, ഇതാരുടേതാ സിദ്ദീഖിന്റേതാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ മാ ബഖൈത ലിയഹ്ലിക്, നീ നിന്റെ കുടുംബത്തിനെന്ത് ശിഷ്ടം വെച്ചു ഉമറേ? മറുപടി, അബ്ഖൈതു ലഹും നിസ്ഫഹു യാ റസൂലല്ലാഹ്, നബിയേ ഇതിന്റെ നേർ പകുതി ഞാൻ അവിടെ പകരം മിസ്ലഹു, ഇത്രയും, ഇതിന്റെ നേർ പകുതി എന്നല്ല ഇത്രയും ഞാൻ അവിടെ പകരം വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഓഹരി പകുതി, ആകെ സ്വത്തിന്റെ പകുതി ഞാൻ അവിടെ പകരം വെച്ചിട്ടുണ്ട്, അവർക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സദഖ സ്വീകരിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രകീർത്തിച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സിദ്ദീഖ് നെയ്യ് കൊണ്ടുവന്നത് ഇതാണല്ലോ, നിന്നോടൊന്ന് ചോദിക്കട്ടെ, മാ ബഖൈത ലിയഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ നീ നിന്റെ കുടുംബത്തിനെന്ത് ബാക്കി വെച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലാ, അല്ലാഹുവിനെയും റസൂലിനെയും ബാക്കി വെച്ചിട്ടുണ്ട്, മറ്റൊന്നുമില്ല. സുബ്ഹാന മൻ ജല്ല ജലാലു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബി സിദ്ദീഖുൽ അക്ബറിനെ തടഞ്ഞില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സിദ്ദീഖ് നിന്നെ തോൽപ്പിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഇന്ന് സിദ്ദീഖിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാ കരുതിയത്. പക്ഷേ തോതനുസരിച്ചാണല്ലോ പ്രതിഫലം കിട്ടുക. അനുപാതം കണക്ക് കൂട്ടുമ്പോ ആനുപാതികമായിട്ട് സിദ്ദീഖിന്റേതാണ് കൂടുതൽ. ആകെ 10 രൂപ കയ്യിലുള്ളവൻ അത് എടുത്ത് പാട്ടയിരിട്ടു, അതേസമയം 1000 രൂപയുള്ളവൻ 100 എടുത്തിട്ടു. അതുകൊണ്ടും തമ്മിൽ ആ 10നായിരിക്കും കടുപ്പം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആനുപാതികമായിട്ടാണ് യഥാർത്ഥത്തിൽ സംഭാവനയുടെ വില വർദ്ധിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം കണ്ടില്ലേ നിങ്ങൾ? സിദ്ദീഖിന്റെ കുടുംബത്തിന് ക്ഷമിക്കാൻ അറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടയാതിരുന്നത്. അത് തന്നെയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമും പറഞ്ഞത്. നമ്മൾ ഭക്ഷണമില്ലെങ്കിൽ ആൺകുട്ടികളെ പോലെ ക്ഷമിക്കും. അന്നിങ്ങനെ മറ്റുള്ളവർ തിന്നുമ്പോൾ അതിൽ ആവരാതി പറയില്ല, ഉണ്ടാകുമ്പോൾ മര്യാദയ്ക്ക് കഴിക്കും ചെയ്യും. അതിന് നല്ല ഈമാനിക ശേഷി വേണം. സിദ്ദീഖുൽ അക്ബറിന്റെ ആ പവറിലേക്ക് എത്തുന്നവർക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. ഇനി
വസ്ത്രം ധരിക്കുന്നിടത്ത് മിതമായ രൂപം ഇമാം തിബിരി പഠിപ്പിക്കുന്നു. ഭംഗിക്ക് വേണ്ടി വസ്ത്രം ധരിക്കുക. കണ്ടോ, ജനങ്ങളുടെ കൂടെ കൂടിയാടാനുള്ള ഒരാൾക്ക്, സമ്മേളനത്തിന് പോകാനുള്ള ഒരാൾക്ക്, ജനങ്ങളുടെ കൂടെ ചെന്ന അതിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ഭംഗിയുള്ള ഡ്രസ്സ് വേണ്ടി വരും. ഒരിക്കലും ചളി പുരളാത്ത ഡ്രസ്സ്, ഒരഴുക്കുപോലും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഡ്രസ്സ്, എപ്പോഴും മിനുങ്ങിയ ഡ്രസ്സ് അയാൾക്ക് വേണ്ടിവരും. അതാവശ്യമാണ്. എപ്പോഴും ജനങ്ങളുമായി സമ്പർക്കമുള്ള ഒരാൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കുന്നത്. അയാൾ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയാണ്. വഹദൂരിഹിൽ മഹാഫില വൽ ജുമുഅ വൽ അറിയാദ, ജുമുഅക്ക് പോകുമ്പോൾ, സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ, ആഘോഷ പരിപാടികൾക്ക് പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ, സൽക്കാരത്തിന് പോകുമ്പോൾ, അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലെങ്കിൽ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ എന്ന് പറഞ്ഞ് വീട്ടിലൊടുക്കുന്ന മുണ്ടുമുടുത്ത് കല്യാണത്തിന് പോകരുത്. അങ്ങനെ സമ്മേളനത്തിന് കയറി ചെല്ലാൻ പാടില്ല. ഓരോരുത്തരും അവരുടെ അവസ്ഥക്കനുസരിച്ച് ജീവിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സിദ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തലേകെട്ടിങ്ങനെ നന്നാക്കി ആ തലേകെട്ട് തന്റെ മുമ്പിലുള്ള കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, കണ്ണാടി എന്ന് പറഞ്ഞാൽ അന്ന് കണ്ണാടിയില്ല, അപ്പോൾ ഒരു വെള്ളപ്പാത്രമുണ്ട്. ആ വെള്ളപ്പാത്രത്തിലേക്ക് നോക്കിയിട്ട് മുത്തുനബി തന്റെ തലേകെട്ടിങ്ങനെ ഒന്ന് ഭംഗിയായി ഒന്ന് പാകപ്പെടുത്തി ചിട്ടപ്പെടുത്തി അടുക്കി കെട്ടുന്നത് കണ്ടപ്പോ ആയിഷാ ബീവി ചോദിക്കുന്നു, നബിയേ, നിങ്ങളാണോ ഇപ്പണി എടുക്കുന്നത്? ഞാൻ വളരെ കഥപൂർവ്വം ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു ടൗണിലൂടെ പാസ് ചെയ്യുമ്പം ഒരു മുസ്ലിയാര്, അയാൾക്കും പണ്ഡിതന്റെ വേഷമുണ്ട്, അയാൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയ ആലിമ്, അയാൾ കണ്ണാടിക്ക് മുമ്പിൽ ദിവസവും അരമണിക്കൂർ ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇല്ലാത്ത കളവുകൾ പറഞ്ഞ് അയാളുടെ തലേകെട്ട് കണ്ടില്ലേ നിങ്ങൾ, ഡ്രസ്സ് കണ്ടില്ലേ നിങ്ങൾ, എപ്പോഴും ചിട്ടപ്പെടുത്തി മിനുക്കിയെടുത്ത ഡ്രസ്സും ഇതും, ഈ ഡ്രസ്സും മറ്റു ചുറ്റുപാടുകളും, ഇത് യഥാർത്ഥത്തിൽ വിനയത്തിനെതിരാണ്, ഇത് ധൂർത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആ പണ്ഡിതനെ കൊച്ചാക്കി പ്രസംഗിക്കുന്നത് കേട്ടപ്പം എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറഞ്ഞ ഈ ഹദീസാണ്. ഈ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് മുത്തുനബി തന്റെ തന്റെ തലേകെട്ട് ശരിപ്പെടുത്തുന്നത് കണ്ടപ്പം ബഹുമാനപ്പെട്ട ആയിഷാ ബീവി ചോദിച്ചു, നബിയെ, ഇതെന്താ ഈ ഏർപ്പാട്, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യയോ? അവരെന്ന് പറഞ്ഞു, ആയിഷാ, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്കറിയോ? ഞാൻ ക്ലാസ്സിന് വേണ്ടി പുറപ്പെടുകയാണ്. ഞാൻ ഇൽമ് പഠിപ്പിക്കാൻ പള്ളിയിലേക്ക് എന്നെ കാത്തിരിക്കുന്ന കൂട്ടുകാരിലേക്ക് പോവുകയാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗി നല്ല ഇഷ്ടമാണ്. അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നാലാളുടെ ഇടയിലേക്ക് കയറി ചൊല്ലുമ്പോൾ നിന്റെ അടുത്ത് ധരിക്കുന്ന സദാ മുണ്ടുമുടുത്ത് പോയിക്കൂടാ, അവിടെ എന്റെ തലയെക്കൊട്ടൊന്ന് ഭംഗിയാക്കേണ്ടതുണ്ട്. അത് ഇസ്ലാമിന് എതിരല്ല, അത് ധൂർത്തല്ല, അത് കിബിറല്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ സ്റ്റേജിലിരിക്കേണ്ട ആളാണ്, അയാൾ സ്റ്റേജിലിരിക്കാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ടവനാണ്. അയാൾ പോയി വേദിയിലിരിക്കും. ചിലപ്പോൾ വിനയം കൊണ്ടാവാ, ചിലരോ ഇത് ഐനുൽ കിബിറാണ്, കിബിറിന്റെ കടുകട്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. കാരണം മറ്റുള്ളവരെ കാണിക്കുകയാണ് ഇയാള്, ഞാൻ അവരെ പോലെയൊന്നുമല്ല, എനിക്ക് വിനയമുള്ള ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി സ്റ്റേജിലിരിക്കേണ്ടവൻ താഴോട്ടിറങ്ങിയിരിക്കുന്നത്, അതുപോലെ തന്നെ ചെരുപ്പ് വെച്ച സ്റ്റെപ്പുകളിൽ പോയിരിക്കുന്നത്. അതേസമയം വേദിയിലേക്ക് വന്നാൽ ഇമാം ഗസാലി പറഞ്ഞു, തന്റെ മുമ്പിലുള്ള സയ്യിദന്മാരുടെ പിന്നിലിരിക്കുക, ആലിങ്ങളുടെ പിന്നിലിരിക്കുക, എന്നിട്ട് തന്റെ നഫ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നീ ഇവിടെയൊക്കെ ഇരിക്കാനേ ഉള്ളൂ. നേരെ മറിച്ച് അയാൾ പച്ച താണുകൊണ്ട് പോയാൽ, പച്ച താഴെ താഴെ ലെവലിലേക്കൊന്ന് പോയാൽ അത് അയാളുടെ കിബിറ്, അതൊരു മോഡേൺ കിബിറ് എന്നാ പറയാ. അത് വിനയമല്ല, അത് കിബിറൊന്ന് മോഡേൺ വൽക്കരിക്കപ്പെട്ടതാണ്. അത്രേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതൊരു പുതിയ ഐഡിയയാണ്. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത അലക്കാത്ത തേക്കാത്ത ഡ്രസ്സുകളിട്ട് പൊതുപരിപാടികളിലേക്ക് പങ്കെടുക്കുക എന്ന് ഞാൻ വിനയമുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് രണ്ടാമത്തെ ഒരു കിബിറാണ് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. കൂട്ടത്തിൽ ആ കാര്യങ്ങൾ ഇമാം സിദ്രി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയപ്പോൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു എന്ന് മാത്രം. ഇനി ഏതാവട്ടെ,
കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും അവൻ പൊരുത്തപ്പെടുന്ന വഴിയിൽ ജീവിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. വലാ തഗ്ലൂ ഫീ ശൈഇൻ മിനൽ അംരി വഖ്തസിദ്. ഒരു കവി പറഞ്ഞില്ലേ, വലാ തഗ്ലൂ ഫീ ശൈഇൻ മിനൽ അംരി വഖ്തസിദ്. കവി പറഞ്ഞതെന്താ? വലാ തഗ്ലൂ ഫീ ശൈഇൻ മിനൽ അംരി, ഒരു കാര്യത്തിലും നീ ഓവറാവരുത്, ഒരാര്യത്തിനും ഓവറായി ചെയ്യരുത്. വഖ്തസിദ്, നീ മിതമായിട്ടാണ് ആ വിഷയത്തിൽ പ്രവർത്തിക്കേണ്ടത്. കാരണം മിതമായ കാര്യങ്ങളുടെ രണ്ടറ്റങ്ങൾ എപ്പോഴും നീചമാണ്. ധൂർത്തും ലുബ്ധും നീചമാണ്. അതിന്റെ ഇടക്കാണ് നീ നിൽക്കേണ്ടത്. ഒരു മനുഷ്യൻ അവന് തോന്നിയതൊക്കെ വാങ്ങാനും അത് ഉപയോഗിക്കാനും തുടങ്ങിയാൽ അന്ന് അയാൾ മുഴുവൻ ബാക്കിയും ആഗ്രഹിച്ച് കളയുമെന്ന് മറ്റൊരു കവി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല ചിട്ടകൾ പഠിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും തുണക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് മതിയായ അളവിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ ഞങ്ങളെ കയ്യിൽ നീ ഏൽപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ കയ്യിൽ നീ ഏൽപ്പിക്കണേ റഹ്മാനെ. ഭാര്യയ്ക്ക് മതിയായ അളവിൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അപകടമാണ്. ആ പറഞ്ഞ കൂട്ടത്തിൽ അത് പറയണമെന്ന് പ്രത്യേകം പറയണമെന്ന് കരുതിയതാണ്. അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ചില ആളുകളുണ്ട്, അയാളുടെ നിന്ന് പോവുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ തിരിച്ചു. അപ്പോ ഒരു തേങ്ങ എടുത്ത് കയ്യിൽ കൊടുത്തു, ബാക്കിയുള്ളത് അയാൾ പൂട്ടിപ്പോയി റൂമിലിട്ട്. ആ ഒരു തേങ്ങ കൊണ്ട് ഇയാൾ വരുവോളും ഈ പാവം അരച്ചൊപ്പിക്കണം. എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി ഒരതിഥി കയറി വന്നാൽ കഴിഞ്ഞു. പിന്നെ അരക്കാതെ കുടിച്ചോള തിന്നോല, അല്ലാതെ നിർവാഹമില്ല. ഇത്തരം ആളുകളായി പോകാൻ പാടില്ല. ഭാര്യമാരെ ആക്രമിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ഹിന്ദ് റളിയല്ലാഹു അൻഹ, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്, അബൂ സുഫിയാന്റെ ഭാര്യയാണ്. അവർ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ, നബിയേ, അബൂ സുഫിയാൻ റജുലുൻ സഹീഹുൻ, അയാള് വല്ലാത്ത ആർത്തിയുള്ള ഒരു മനുഷ്യനാണ്. ലുബ്ധ് കലർന്ന ആർത്തിക്കാണ് എന്ന് പറയാം. റജുലുൻ സഹീഹുൻ, ലുബ്ധ് കലർന്ന ആർത്തിക്കാരനാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല. കയ്യിലുള്ളത് അയാൾ എടുത്ത് ചെലവഴിക്കില്ല എന്ന് റസൂലുള്ളാഹി തങ്ങളോട് വന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു, വഇന്നഹു ലാ യുഅ്തീനി മാ യക്ഫീനി, എനിക്ക് മതിയായത് അബൂ സുഫിയാൻ തരുന്നില്ല. ഇതൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തിരുത്തിയ പാഠങ്ങളാണ്. ആദ്യത്തെ കഥയാ പറയുന്നത്. ഭാര്യ വന്നിട്ട് പറയാണ്, നബിയെ, എനിക്ക് മതിയായത് വബനിയ, എന്റെ മക്കൾക്ക് മതിയായ സമ്പത്ത് ചെലവയാൾ തരുന്നില്ല. അതുകൊണ്ട് ഫഹൽ അലയ്യ ജുനാഹുൻ അൻ ആഖുദ മിൻ മഹ്ദിഹി ശൈഅ, നബിയെ, ഈ പോരായ്മ നികത്താൻ എനിക്കൊരു സംഗതി അറിയാം. അതെന്താ? ഇടയ്ക്കിടെ അയാളുടെ കുപ്പായ പോക്കറ്റിലൊന്ന് കൈയിട്ട ആ സംഗതി നികത്താൻ കഴിയും. ഇടയ്ക്കിടെ ഷർട്ടിന്റെ പോക്കറ്റിൽ അയാൾ അറിയാതെ ഒന്ന് കൈയിട്ടിട്ട് എന്റെ പോരായ്മ നികത്താൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. നബിയെ, അയാൾ അറിയാതെ എനിക്കും എന്റെ കുട്ടികൾക്കും മതിയായത് എടുക്കാമോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി നോക്കാം. ഇതറിയാൻ താല്പര്യപ്പെട്ട കുറെ പെണ്ണുങ്ങൾ രക്ഷപ്പെടെ ഉണ്ടാവും. കാരണം അത്തരം പിശുക്കന്മാരുടെ കീഴിൽ ജീവിക്കുന്ന കുറെ ആളുകളുണ്ടാവും ഒരു പക്ഷേ. ഇതിന്റെ മറുപടി അള്ളാഹുവിന്റെ റസൂൽ എന്താ കൊടുത്തു? ഇനി വേണം നമ്മളെ മൂപ്പരെ എന്ന് പഠിപ്പിക്കാൻ എന്ന് വിചാരിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഹുദീ, മോളെ, നീ എടുത്തോ, എടുക്കുന്നതിന് വിരോധമില്ല. നിനക്കും നിന്റെ മക്കൾക്കും മതിയായതെടുക്കാം, മിതമായ രൂപത്തിൽ, നല്ല നിലക്ക്. അതേസമയം ഇതൊരവസരമാണെന്ന് കരുതി നീ വലിയ ഒരു സമ്പന്നയാകാൻ മാത്രം എടുത്തു വെക്കാൻ പാടില്ല. നിനക്കും മക്കൾക്കും അയാൾ തരേണ്ട ഭാഗം നിങ്ങൾക്ക് ആവശ്യമായത് എടുക്കുന്നതിന് വിരോധമില്ല എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറയുന്ന പാഠങ്ങളൊക്കെ മുത്തുനബിയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പുലർത്തിയ കാര്യങ്ങളാണ്. എല്ലാം പഠിച്ചുപോയതാ. ഹലാലായ കാര്യങ്ങളിൽ ദുഃഖപാടുണ്ടോ?
എന്ന് ചോദിക്കും. ഒരു പക്ഷേ ഹലാലായ കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്, ഒരു പുണ്യകരമായ കാര്യം എന്ന് പറയുന്നില്ലെങ്കിലും അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഉദാഹരണം, വീട് മോഡിഫൈ ചെയ്യുകയാണ്, പൈന്റ് അടിക്കുകയാണ്, അതുപോലെ തന്നെ വീട്ടിന് മോടി പിടിപ്പിക്കുന്ന ഒരുപാട് അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തുന്നു, മതില് കുത്തുന്നു, ആ മതില് നല്ല അലങ്കരിപ്പിക്കുന്നു. മതിൽ അലങ്കരിപ്പിക്കുന്നത്, വീടിന്റെ ചുമരുകൾ അലങ്കരിപ്പിക്കുന്നത്, അതൊക്കെ പാടുണ്ടോ എന്ന ചർച്ച ബഹുമാനപ്പെട്ട ഇമാം തിബരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ നടത്തുന്നത് കാണാം. അതാ നിങ്ങളുടെ വീടിന്റെ ചുമരുകൾ നിങ്ങൾ മോടി കൂട്ടുന്നുവെങ്കിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലൗ സറഫ ജമീഅ മാലിഹി ഇലാ നുഖൂശി ഹിസാനിഹി വതസീൻ ബുൻയാനിഹി ഫഹുവ അയ്ളൻ ഇസ്റാഫുൻ മുഹറമുൻ. ഉള്ള പണം മുഴുവനും വീടെടുക്കാൻ വേണ്ടി, അലങ്കാരം കൂട്ടാൻ വേണ്ടി, വീട്ടിന്റെ മതിലുകൾ അലങ്കരിപ്പിക്കാൻ വേണ്ടി ഉള്ള പണം മുഴുവൻ ചെലവഴിച്ചാൽ അത് ഹറാമായ ഇസ്റാഫ് തന്നെയാണ്. അതേസമയം ഒരാൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, അയാളുടെ വീട് അയാളുടെ അവസ്ഥക്കനുസരിച്ച് ചെയ്താലോ ഫഅലദാലികലഹു മിമ്മൻ ലഹു മാലിൻ വഫിഉലു ദാലികലഹു മിമ്മൻ ലഹു മാലിൻ കസീറുൻ ലൈസ ബിഹറാം. അത് ഹറാമല്ല. അപ്പോൾ ഓരോ വ്യക്തികൾക്കനുസരിച്ച് അയാൾക്ക് മതില് കൂട്ടാം, വീട് സൗന്ദര്യം കൂട്ടാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഉള്ളത് മുഴുവനും വീടാക്കിയിടുന്നവർ ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയ വൃത്തമാണിത്. പല മലയാളികളും എന്നാണോ ഗൾഫിൽ നിന്ന് എക്സിറ്റ് അടിച്ചു വരുന്നത് അന്നവരുടെ വീട്ടിന് നികുതി അടക്കാൻ വകുപ്പില്ലാത്തവരാണ്. എന്താണാവോ ഇവർ ചിന്തിക്കുന്നത്? വലിയ ഒരു കോൺക്രീറ്റ് സൗധം അങ്ങ് കെട്ടിപ്പടുക്കുകയാണ്. ആ വീട്ടിന്റെ മതില് കുത്തിയത് കണ്ടാൽ നമുക്ക് ഒന്നാം തരം അന്തസ്സുള്ള ഒരു വീടെടുക്കാം എന്ന് തോന്നിപ്പോകും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ എന്നാൽ അയാൾക്ക് വല്ല സമ്പാദ്യവുമുണ്ടോ? ഒന്നുമില്ല, ഒരു സമ്പാദ്യവുമില്ല. എപ്പോഴാണോ എക്സിറ്റടിച്ച് പോരുന്നത് അന്ന് തന്നെ ഇതിന് നികുതി അടക്കാൻ ഇയാൾ വലിയ പോകും. ഇത് ഹറാമ് തന്നെയാണ്. അതേസമയം ധാരാളം സമ്പത്തുള്ള ഒരാൾക്ക് അയാളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു വീടെടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഭംഗിയാക്കുക, അലങ്കരിപ്പിക്കുക എന്ന് പറയുന്നത് അന്നത്തെ അത് നല്ല ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. കാരണം അതുകൊണ്ടല്ലേ കാലാന്തരങ്ങളായിട്ട് തന്നെ വലം തസലിൽ മസാജിദു തുസയ്യനു വതുനഖശു അബ്വാബുഹാ വസുഖൂഫുഹാ മാ അന്ന നഖ്ശൽ ബാബി വസ്ഖഫി ലാ ഫൈദത ഫീഹി ഇല്ലാ മുജറദു ദീനാ. കാലങ്ങളായിട്ട് പള്ളികളുടെ വീട് ചുമരുകൾ മോടി പിടിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. നമ്മളെ വീടുകളെക്കാൾ എപ്പോഴും അലങ്കരിപ്പിക്കണം പള്ളിന്റെ തൊട്ടടുത്തുള്ള വീട് കണ്ടാൽ ചിലപ്പോൾ മുസ്ലിമിന്റെ വീടാണോ എന്ന് സംശയിച്ചു പോകും. പള്ളിയേക്കാൾ അലങ്കരിച്ച വീടുകൾ പലപ്പോഴും അപകടം ചെയ്യും. അത് പള്ളി അലങ്കരിപ്പിച്ചു വരാറുണ്ട്, അതിന് വാതിലുകളിൽ കൊത്തുപണികൾ നടത്താറുണ്ട്, അതുപോലെ തന്നെ മതിലുകൾ ഭംഗിയാക്കാറുണ്ട്. ഇതൊക്കെ നേരത്തെ ചെയ്തു വരുന്നതല്ലേ, അതിന് കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് വീടുകളും. ആ വീടുകൾ ഇതുപോലെയൊക്കെ അലങ്കരിപ്പിക്കാമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആത്മീയ വെളിച്ചം എവിടെയൊക്കെ പ്രകടമാകണം. അല്ലാഹു നൂറു സമാവാതി വൽ അർള് പറഞ്ഞിട്ടാ പറഞ്ഞത്. നമ്മുടെ ഈമാനിന്റെ വെളിച്ചം കെട്ടിപ്പൊക്കാൻ അനുമതിയുള്ള സർവ്വ വീടുകളിലും അല്ലാഹുവിന്റെ നാമം ഓർക്കപ്പെടാനും പറയപ്പെടാനും പറ്റുന്ന സർവ്വ കേന്ദ്രങ്ങളിലും ഈമാനിന്റെ വെളിച്ചം വേണം. അത് പള്ളികൾ മാത്രമല്ല എന്നൊരു സഹാബി പ്രത്യേകം പറയുന്നു. ഇതുകൊണ്ട് ഉദ്ദേശം മുസൽമാൻ വീടുകൾ മുഴുവനാണ്. അവന്റെ ഓഫീസ് റൂം, അവന്റെ മറ്റു റൂമുകൾ, അവന്റെ വീടുകൾ, അവന്റെ പള്ളിയിൽ എന്തായാലും ഈമാനിന്റെ വെളിച്ചം അവനിൽ നിന്ന് പ്രകടമാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല. എല്ലായിടങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ഈമാനിന്റെ പ്രഭ അവൻ ബന്ധപ്പെടുന്ന എല്ലാ കേന്ദ്രങ്ങളിലും അത് കാണണമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ നന്നാവണം, മിതമായ ശൈലിയിലേക്ക് തിരിച്ചുവരണം എന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നുണർത്തുന്നു. അസ്സലാമു അലൈക്കും.